ചിത്രം തെളിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരളം വലതിനൊപ്പം. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയും KPCC പ്രസിഡന്റുമായ K. സുധാകരന്റെ വിജയം UDFന് കൂടുതൽ ആവേശമായി. എതിർ സ്ഥാനാർത്ഥിയായ LDFന്റെ MV ജയരാജനെതിരെ 1,07,726 വോട്ടിന്റെ ലീഡിലാണ് വിജയം. ഇത് മൂന്നാം തവണയാണ് K. സുധാകരന് കണ്ണൂരിൽ വിജയം നേടാനാകുന്നത്. 4,96,761 വോട്ടാണ് K. സുധാകരൻ നേടിയത്. MV ജയരാജൻ 3,88,350 വോട്ടുകളും NDAയുടെ C. രഘുനാഥ് 1,14,369 വോട്ടുമാണ് ആകെ നേടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തും സുധാകരൻ തന്നെയായിരുന്നു ലീഡ് ചെയ്തത്. ഇടതുമണ്ഡലങ്ങളിൽ പോലും സുധാകരൻ വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് മുന്നേറിയത്. പോസ്റ്റൽ വോട്ടിൽ കൗണ്ടിംഗ് തുടങ്ങിയപ്പോൾ LDF സ്ഥാനാർത്ഥി MV ജയരാജനായിരുന്നു മുന്നേറ്റം. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുറന്നപ്പോൾ ഓരോ ഘട്ടത്തിലും സുധാകരൻ മുന്നേറുകയായിരുന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സിറ്റിംഗ് MP ആയിരുന്ന CPMലെ PK ശ്രീമതിയെ 1,00,000 വോട്ടുകൾക്കടുത്തുള്ള ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് സുധാകരൻ വീണ്ടും ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിജയിച്ചു കയറിയ K. സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ ഇത് മൂന്നാമത്തെ ഊഴമാണ്. നിലവിൽ MPയും KPCC അധ്യക്ഷനുമായ K. സുധാകരൻ തുടർച്ചയായി രണ്ടാം തവണയാണ് കണ്ണൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചത്. സിറ്റി ന്യൂസ്, കണ്ണൂർ.